ഞങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഹിരോഷിമ പട്ടണമാകെ വലിയ പുകയിൽ മൂടിയിരുന്നു. തിളച്ചു പൊങ്ങുകയായിരുന്നു. അവിടം പുക നിമിഷങ്ങൾ വെച്ച് ഉയർന്നുകൊണ്ടേയിരുന്നു. വിചാരിക്കാത്ത അത്രയും ഉയരത്തിൽ പുകച്ചുരുൾ എത്തി. ഒരു നിമിഷത്തേക്ക് ആരും ഒന്നും മിണ്ടിയില്ല. തുടർന്ന് എല്ലാവരും സംസാരിക്കാൻ തുടങ്ങി. കോ പൈലറ്റ് എൻ്റെ തോളിൽ തട്ടി താഴേക്ക് നോക്കി നിലവിളിക്കുന്നുണ്ടായിരുന്നു. 1945 ഓഗസ്റ്റ് 6 ലിറ്റിൽ ബോയ് എന്ന ഹിരോഷിമയുടെ അന്തകനെയും വഹിച്ചുകൊണ്ട് എനോള ഗേ എന്ന പേരുള്ള B-29 എന്ന വിമാനത്തിലെ പൈലറ്റ് പോൾ ടിബറ്റിൻ്റെ വാക്കുകളാണിത്. ഹിരോഷിമ ഇല്ലാതായ നിമിഷം. 1.5 ലക്ഷത്തോളം മനുഷ്യരെ നിമിഷാർദ്ധം കൊണ്ടാണ് ലിറ്റിൽ ചുട്ട് ചാമ്പലാക്കിയത്. 20,000 ടൺ TNT സ്ഫോടനശേഷിയുള്ള യുറേനിയം ബോംബ് ഹിരോഷിമയുടെ 1870 അടി ഉയരത്തിൽ വെച്ച് പൊട്ടിത്തെറിച്ചു. സൂര്യന് തുല്യം ഉയർന്നു പൊങ്ങിയ തീജ്വാലകൾ ഹിരോഷിമ നഗരത്തെ ചാമ്പലാക്കി. പർവ്വത സമാനമായ പുക കൂണാകൃതിയിൽ 40,000 അടി ഉയരത്തിൽ വരെ ഉയർന്നു പൊങ്ങി. 1000 അടി ഉയരം വരെ പൊടിപടലങ്ങൾ ചുഴറ്റിയടിച്ചു. 1.5 ലക്ഷത്തോളം നിമിഷാർദ്ധം കൊണ്ട് ഇല്ലാതായി. 37,000-ഓളം പേർക്ക് ആണവ വികിരണത്താൽ ഗുരുതരമായി പൊള്ളലേറ്റു. അന്നു മരിക്കാതെ രക്ഷപ്പെട്ടവരും അവരുടെ പിൻതലമുറക്കാരുമായ 4 ലക്ഷത്തിലധികം ജനങ്ങൾ ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾ പിടിപെട്ട് പിന്നീട് മരിച്ചു. ഇന്നും മരിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒരു പക്ഷേ മാനവരാശി നേരിട്ട ഏറ്റവും വലിയ ആണവ ദുരന്തം. 1945 ഓഗസ്റ്റ് 9 കൃത്യസമയം രാവിലെ 11:02 ബോക്സ്കാർ എന്ന ബോംബർ വിമാനം തെക്കൻ ജപ്പാനിലെ വലിയ തുറമുഖ നഗരമായ നാഗസാക്കിയെ ലക്ഷ്യമാക്കിയെത്തി. അതിൽ നിന്ന് ഫാറ്റ്മാൻ എന്ന അണുബോംബ് ആ നഗരത്തിനുമേൽ പതിച്ചു. 40,000 പേർ തൽക്ഷണം മരിച്ചു. അണുബോംബ് സ്ഫോടനത്തെ തുടർന്നുണ്ടായ പുകമേഘപടലം സ്ഫോടന കേന്ദ്രത്തിന് 18 കിലോമീറ്റർ ഉയർന്നു. രണ്ടാം ലോക യുദ്ധത്തിൽ ആണവായുധം പ്രയോഗിച്ച രണ്ടാമത്തെ നഗരമാണ് നാഗസാക്കി. ആഗസ്റ്റ് 6 അണുബോംബ് ആക്രമണത്തിലൂടെ ഹിരോഷിമയെ ചാമ്പലാക്കിയ ശേഷമായിരുന്നു ആഗസ്റ്റ് 9 നാഗസാക്കിയിൽ അമേരിക്ക നടത്തിയ ബോംബ് വർഷം. ഈ ആക്രമണം ജപ്പാനെ വ്യവസ്ഥകളില്ലാത്ത കീഴടങ്ങലിലേക്ക് എത്തിച്ചു. ആഗസ്റ്റ് 15 ജപ്പാൻ ഭരണാധികാരി ഹിറ്റോ റേഡിയോ പ്രക്ഷേപണത്തിലൂടെ തങ്ങൾ കീഴടങ്ങുകയാണെന്ന് അറിയിച്ചു. അങ്ങനെ 6 വർഷം നീണ്ടുനിന്ന സാധാരണക്കാരും സൈനികരുമടക്കം ലക്ഷക്കണക്കിന് പേർ കൊല്ലപ്പെട്ട രണ്ടാം ലോക മഹായുദ്ധത്തിന് അവസാനമായി. നാഗസാക്കിക്കു പകരം ജപ്പാനിലെ കൊഗൂര എന്ന പ്രദേശത്ത് അണുബോംബ് വർഷിക്കാനായിരുന്നു ആദ്യ തീരുമാനം. എന്നാൽ ആ ദിവസങ്ങളിൽ കൊഗൂരയേക്കാൾ തെളിഞ്ഞ കാലാവസ്ഥ നാഗസാക്കിയിലായിരുന്നു. അമേരിക്ക തൊടുത്തുവിട്ട ബോംബ് വീണത് അന്നുണ്ടായിരുന്ന ജനതയിൽ മാത്രമല്ല, വരാനിരിക്കുന്ന തലമുറയിൽ കൂടിയായിരുന്നു. ബോംബാക്രമണം നടന്ന് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇന്നും ആയിരക്കണക്കിന് ആളുകൾ വികലാംഗരായും മാരകരോഗങ്ങൾ വഹിച്ചും നാഗസാക്കിയിൽ കഴിയുന്നു. ലോകത്തെ മനസാക്ഷിയുള്ള ഒരു വ്യക്തിക്കും മറക്കാൻ സാധ്യതയില്ലാത്ത ഒരു കൊടും ക്രൂരതയുടെ ഓർമ്മകളിലൂടെയുള്ള പ്രയാണമാണ് ആഗസ്റ്റ് 6 9 സംഭവിക്കുന്നത്. ഹിരോഷിമയും നാഗസാക്കിയും അണുബോംബിൻ്റെ വികൃതമായ മുഖം നമുക്ക് കാണിച്ചു തന്നതോടൊപ്പം യുദ്ധത്തിൻ്റെ ഭീകരത എത്രത്തോളമാണെന്നും അത് മാനവരാശിക്ക് എത്ര ദോഷകരമാണെന്നും വിളിച്ചു പറഞ്ഞു. രണ്ടാം ലോക മഹായുദ്ധം അതിൻ്റെ അന്തിമഘട്ടത്തിൽ എത്തി നിൽക്കെ അമേരിക്ക ഹിരോഷിമയിൽ വിതച്ച ആ അണുബോംബ് ഇന്നും എല്ലാവർക്കും ഒരു തീരാദുഃഖത്തിൻ്റെ ഓർമ്മയാണ്. 1941 ഡിസംബർ 7 അമേരിക്കൻ നാവിക സങ്കേതമായ പേൾ ഹാർബറും ബ്രിട്ടീഷ് യുദ്ധക്കപ്പലായ പ്രിൻസ് ഓഫ് വെയിൽസും ജപ്പാൻ ബോംബിട്ട് നശിപ്പിച്ചതിനെ തുടർന്ന് അമേരിക്കയും ബ്രിട്ടനും ജപ്പാനെതിരായി യുദ്ധം പ്രഖ്യാപിച്ചു. 1945 ജൂലൈ 26 അമേരിക്കൻ പ്രസിഡന്റ് ഹാരി എസ് ട്രൂമാനും മറ്റ് സഖ്യ നേതാക്കളും പോട്സ് ഡാമിൽ സമ്മേളിച്ച് ജപ്പാനോട് കീഴടങ്ങുവാൻ ആവശ്യപ്പെട്ടു. പിന്നാലെയായിരുന്നു ലോകം കണ്ട കൊടും ക്രൂരതയുടെ അരങ്ങേറ്റം.
1945 ആഗസ്റ്റ് 6-ാം തീയതി അന്നൊരു തിങ്കളാഴ്ചയായിരുന്നു. പുലർച്ചെ ശാന്തസമുദ്രത്തിലെ മറിയാന ദ്വീപ് സമൂഹത്തിലെ ടിനിയൻ ദ്വീപിൽ നിന്ന് എനോളഗെ B-29 എന്ന അമേരിക്കൻ ബോംബർ വിമാനം 1500 മൈലുകൾക്കപ്പുറമുള്ള ജപ്പാനിലെ ഹോൻഷ്യൂ ദ്വീപ് നഗരമായ ഹിരോഷിമ ലക്ഷ്യമാക്കി പറന്നു. വിമാനത്തിൻ്റെ ഉൾവശത്ത് 12 സൈനികരും പുറത്ത് ഒരു കൊളുത്തിൽ തൂങ്ങി സർവ്വസംഹാരിയായ ലിറ്റിൽ ബോയ് എന്ന അണുബോംബും. ഹിരോഷിമയിലെ ജനങ്ങൾ പതിവ് പോലെ തന്നെ തങ്ങളുടെ ജോലികൾക്ക് പുറപ്പെടുന്ന തിരക്കിലായിരുന്നു. യുദ്ധസമയമായതിനാൽ തന്നെ വ്യോമാക്രമണ ഭീഷണിയുടെ സൈറൺ മുഴങ്ങിയതിനാൽ പലരും ഓടി ട്രെഞ്ചുകളിൽ കയറി ഒളിച്ചു. വിമാനം ഹിരോഷിമ നഗരത്തിനു മുകളിലെത്തിയ സമയം പൈലറ്റ് ബ്രിഗേഡിയർ ജനറൽ പോൾ വാർഫീൽഡ് ടിബറ്റ് ജൂനിയർ ലിറ്റിൽ ബോയിയെ വേർപെടുത്തി. ഹിരോഷിമ നഗരത്തിലെ ടീ ബ്രിഡ്ജ് ആയിരുന്നു ലക്ഷ്യം വെച്ചതെങ്കിലും അവിടെ നിന്നും 800 അടി മാറിയാണ് ബോംബ് പതിച്ചത്. അതിശക്തമായ ചൂടിൽ ഹിരോഷിമ ഉരുകി ഒലിച്ചു. ചുറ്റും സംഭവിക്കുന്നതെന്തെന്നറിയാതെ ജനങ്ങൾ പരക്കം പാഞ്ഞു. എങ്ങും ചുവന്ന അഗ്നിഗോളങ്ങളും കത്തിക്കരിഞ്ഞ പച്ച മാംസത്തിൻ്റെ ഗന്ധവും മാത്രം. ആകാശം മുട്ടെ ഉയർന്നു പൊങ്ങിയ കൂൺമേഘങ്ങൾ, നിസ്സഹായരായ മനുഷ്യരുടെ കൂട്ടനിലവിളികളും ആർത്തനാദങ്ങളും, മനുഷ്യൻ്റെയും മൃഗങ്ങളുടെയും മൃതശരീരങ്ങൾ, ശരീരമാസകലം പൊള്ളലേറ്റ് വികൃതമായ മനുഷ്യരൂപങ്ങൾ എന്നീ കാഴ്ചകൾ മാത്രം അവശേഷിച്ചു. ബോംബിൽ നിന്നുണ്ടായ സംഹാരശക്തി 35% ചൂട്, 50% കാറ്റ്, 15% അണുപ്രസരണം എന്നിങ്ങനെയായിരുന്നു. തീനാളങ്ങൾ ജപ്പാനിലെ 7ാമത്തെ വലിയ നഗരമായ ഹിരോഷിമയെ വിഴുങ്ങി. 15,000 ടൺ TNTയുടെ ശക്തിയുള്ള ബോംബ് കരിച്ചു കളഞ്ഞത് 13 ചതുരശ്ര കിലോമീറ്റർ വരുന്ന ജനവാസ മേഖലയെയാണ്. അടങ്ങാത്ത യുദ്ധാർത്തിയുടെ ഫലമായി മണ്ണിൽ പിടഞ്ഞു വീണു മരിച്ചത് 100,000-ലേറെ മനുഷ്യജീവനുകളാണ്. പൊള്ളലേറ്റും മുറിവേറ്റും നീറിക്കഴിഞ്ഞ നിരവധി ആളുകൾ പിന്നീടുള്ള ദിവസങ്ങളിൽ പിടഞ്ഞു മരിച്ചു. ഇതിൻ്റെ അനന്തരഫലമായി അണുവികിരണത്തിൽപ്പെട്ട് ജനിതക വൈകല്യങ്ങളിലേക്ക് ജനിച്ചു വീണത് 2,00,000-ഓളം പേർ. ജപ്പാൻ അമേരിക്കയുടെ പേൾ ഹാർബർ തുറമുഖത്ത് നടത്തിയ ആക്രമണത്തിൻ്റെ തിരിച്ചടിയെന്നോണമായിരുന്നു ഹിരോഷിമയിലെ ഈ അണുബോംബ് ആക്രമണം. ഹിരോഷിമയിൽ ബോംബ് വർഷിച്ചതിനു ശേഷം അമേരിക്കൻ പ്രസിഡന്റ് ട്രൂമാൻ പറഞ്ഞത്, ഞങ്ങളുടെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചില്ലെങ്കിൽ ഭൂമിയിൽ ഇന്നേ വരെ കാണാത്ത നാശത്തിൻ്റെ ഒരു പെരുമഴ തന്നെ നിങ്ങൾ പ്രതീക്ഷിച്ചോളൂ എന്നായിരുന്നു. എന്നാൽ കീഴടങ്ങാനായി ജാപ്പനീസ് ചക്രവർത്തി ചില വ്യവസ്ഥകൾ മുന്നോട്ട് വച്ചു. എന്നാൽ ഇത് അംഗീകരിക്കാൻ വിസമ്മതിച്ച അമേരിക്ക മറ്റൊരു ആക്രമണം കൂടി നടത്തി. ഇത്തവണ മനുഷ്യവേട്ടയ്ക്കായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഫാറ്റ്മാൻ ആയിരുന്നു. 3 ദിവസങ്ങൾക്കു ശേഷം ആഗസ്റ്റ് 9 രാവിലെ 11 മണിയോടെ നാഗസാക്കിയും തീഗോളം വിഴുങ്ങി. 40,000 പേര് തൽക്ഷണം മരിച്ചു വീണു. മരണസംഖ്യയ്ക്ക് കുറവൊന്നും വന്നില്ല. ഹിരോഷിമയിലെ അത്രയും ആളുകൾ തന്നെ നാഗസാക്കിയിലും മരിച്ചു വീണു. ലോക ചരിത്രത്തിൽ ഇന്നേ വരെ ആണവായുധം പ്രയോഗിക്കപ്പെട്ട 2 സന്ദർഭങ്ങളായിരുന്നു ഇവ. യുദ്ധത്തിൽ ജയിക്കാനായി സഖ്യകക്ഷികളിൽപ്പെട്ട അമേരിക്കയുടെ മഹാപാതകത്തിൻ്റെ ഫലമായി ആഗസ്റ്റ് 15 ജപ്പാൻ കീഴടങ്ങൽ പ്രഖ്യാപിച്ചതോടെ 4 വർഷം നീണ്ടുനിന്ന 2ാം ലോകയുദ്ധത്തിന് അവസാനം കുറിച്ചു. എന്നാൽ യുദ്ധത്തിൽ തകർന്നടിഞ്ഞ ജപ്പാൻ അതിൽ വിലപിച്ചിരിക്കാതെ വർദ്ധിത വീര്യത്തോടെ തിരിച്ചു വന്നു. വിധിയോട് പൊരുതി നേടിയ അവരുടെ വിജയങ്ങൾ കാണണമെങ്കിൽ അണുബോംബ് തകർത്ത ഹിരോഷിമയുടെയും നാഗസാക്കിയുടെയും ചിത്രങ്ങൾ ഗൂഗിളിൽ പരതിയാൽ മതി. അത്രയ്ക്ക് മനോഹരമായാണ് അവർ ആ നഗരങ്ങൾ പുനർനിർമ്മിച്ചിരിക്കുന്നത്. ഇനിയൊരു യുദ്ധം നമുക്ക് വേണ്ടെന്ന സന്ദേശം പകർന്നുകൊണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. തുടർന്നും ഇതുപോലെയുള്ള വിജ്ഞാനപ്രദമായ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.